മാങ്ങാണ്ടിയുടെ ഒരു അവസ്ഥ നോക്കണേ. പൊതുവേദിയിൽ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല മാങ്ങാണ്ടിയെ കണ്ടപ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. മന്നസമാധിയിൽ ഇന്നിപ്പോൾ NSS നേതാക്കന്മാരെല്ലാം അവിടെ വരുന്നുണ്ടല്ലോ. മാങ്ങാണ്ടി പതിയെ അവിടെ ചെന്ന് നുഴഞ്ഞു കയറി റീൽസൊക്കെ ഇട്ട് ഞാൻ ജനപിന്തുണ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണല്ലോ. അങ്ങനെയാണ് സ്വന്തം പാർട്ടിയിലെ നേതാവിൻ്റെ അടുത്തേക്ക് ചെന്നത്. ചെന്നിത്തല ഉയിരും കൊണ്ട് ഓടിക്കളയുന്ന ഒരവസ്ഥ. സ്വാഭാവികം, കുടുംബത്തിൽ സ്ത്രീകളുള്ളവർക്ക് ഇനി ഭയപ്പാടുണ്ടാകും. പിന്നെ PR പണിയിലൂടെ എൻ്റെ ലൈക്ക് കണ്ട, എൻ്റെ കമൻറ്റ് കണ്ട മുഖ്യമന്ത്രിയെക്കാളും വലിയ റീച്ചുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടിക്കകത്തുനിന്ന് പുറത്താണെങ്കിലും ഞാൻ വലിയ സംഭവമാണെന്ന് സ്വയം അഭിനയിച്ച് കിടക്കുന്ന മാങ്ങാണ്ടിക്ക് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്കും മുതിർന്ന നേതാക്കന്മാർക്ക് വരെ അയിത്തമായി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. കുടുംബത്തിൽ കയറ്റാനോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ദർശനം കണ്ടാൽ കഞ്ഞിക്കരി കിട്ടാത്ത അവസ്ഥയുണ്ട് എന്ന രീതിയിൽ ചെന്നിത്തല മുഖം തിരിച്ചു പോകുമ്പോൾ മാങ്ങാണ്ടിക്ക് എന്താണ് കോൺഗ്രസിൽ ഇനി സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. പുറത്ത് PR പണിയിലൂടെ 100K ലൈക്കടിച്ച് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ കോൺഗ്രസിൽ വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ പരാതി കിട്ടിയവർക്കൊക്കെ എന്താണ് മാങ്ങാണ്ടിയുടെ കയ്യിലിരിപ്പെന്നും കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം വളഞ്ഞ വഴിയിൽ ഒപ്പിച്ചാലും എന്താണ് മാങ്ങാണ്ടി എന്നും മാങ്ങാണ്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേതാക്കന്മാർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യം എന്താണെന്ന് ചെന്നിത്തലയുടെ പ്രവൃത്തി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇന്നിപ്പോൾ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ ചേർത്ത് നിർത്താനൊക്കെ ചിലർ ശ്രമിച്ചിരുന്നു. ആനയിച്ചൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകൂ, 2 ദിവസം അവിടെ താമസിപ്പിക്കൂ, പിന്നീട് പുറത്തിറങ്ങി വന്ന് പരാതി പറയരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. വീട്ടിൽ കയറ്റിയവരെല്ലാം വെച്ചനത്തുന്ന കാലഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്തറിഞ്ഞ ചെന്നിത്തല ഓടിപ്പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇനി താനും കൂടി നാറുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവൻ്റെ മുഖത്ത് ഇവൻ്റെ സാമീപ്യമോ വേണ്ട എന്ന നിലയ്ക്കാണ് ആ പരിപാടിയിൽ നിന്ന് ചെന്നിത്തല ഇങ്ങനെ ഇറങ്ങി ഓടിയത്.